ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്ലാസ് 12ൻ്റെ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ടൈപ്സ് ഓഫ് ഇൻറ്റഗ്രേഷനിൽ നമ്മൾ അതിലൊരു ടൈപ്പാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എന്തായിരുന്നു ആ ടൈപ്പ്? ഇൻറ്റഗ്രൽ 1/√(x² - a² dx എന്ന് പറയുന്ന ഫോർമാറ്റിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ പ്രോബ്ലംസും ഒക്കെ നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇപ്പം ഇൻറ്റഗ്രൽ 1/√(x² - a² എന്നൊരു ഫോർമാറ്റ് ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. അങ്ങനെയും ചോദിക്കാം, പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. ഇന്ന് നമ്മൾ അടുത്തൊരു എക്സാമ്പിളാണ് നോക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ √(x + a / x - a dx. ഇത് കംപ്ലീറ്റും ഈ റൂട്ടിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ടൈപ്പായിട്ട് പറയാം. അതായത് ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനും എന്തുണ്ട്? ഒരു റിസൾട്ടുണ്ട്. അതായത് √(x + a / x - a dx)നും എന്തുണ്ട്? ഒരു റിസൾട്ടുണ്ട്. അതായത് എയുടെ സ്ഥാനത്ത് നമ്പർ തന്നിട്ടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷേ അതിലുള്ളത് എന്താണ്? ഈ ക്വസ്റ്റ്യൻ്റെ ഉള്ളിലും നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ആ റിസൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ഇൻറ്റഗ്രൽ √(x + a / x - a dx. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഈ റൂട്ടിനെ രണ്ട് പേർക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇൻറ്റഗ്രൽ √(x + a / (x - a dx). അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ താഴത്തെ ടേം കണ്ടോ, √(x - a), അതിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് ഞാൻ ഈ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ നടുക്കത്തെ സിമ്പിൾ അങ്ങ് മാറ്റുക. അതായത് ഇവിടെ മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആക്കി മാറ്റിയാൽ താഴത്തെ കോൺജുഗേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. മൈനസ് മാറ്റി പ്ലസ് ആക്കുമ്പോൾ ഇതെന്താകും? √(x + a) എന്നായിട്ടത് മാറും. ഓക്കെ, അപ്പോൾ താഴത്തെ കോൺജുഗേറ്റ് എടുത്ത് ഞാൻ മുകളിലും താഴെ എന്ത് ചെയ്യാൻ പോവാം? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഈക്വൽ ടു ഇൻറ്റഗ്രൽ √(x + a √(x + a / √(x - a √(x + a dx). അപ്പോൾ താഴത്തെ കോൺജുഗേറ്റ് എടുത്ത് ഞാൻ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നോക്കിക്കേ, √(x + a √(x + a) എന്തായിട്ട് മാറും? x + a ആയിട്ട് മാറുമല്ലോ അല്ലേ? കൺഫ്യൂസിങ് ആയിട്ടുള്ളവർക്ക് ഞാൻ സൈഡിൽ എഴുതി കാണിച്ചു തരാം. √2 × √2 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് റൂട്ടിൻ്റെ അകത്തുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ √2 × 2 എന്നാകും. അപ്പോൾ അതെന്തായി മാറും? √4 ആകും. ആൻസർ ഇസ് 2. അപ്പോൾ √2 × √2 എന്താ? 2 ആയി. അപ്പോൾ √(x + a √(x + a) എന്തായിട്ട് മാറും? x + a ആയിട്ട് മാറും. ബൈ താഴത്തെ നോക്കി, ഈ റൂട്ടിനകത്തുള്ള ഈ രണ്ട് സാധനത്തെ നമുക്ക് ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? √(x - a × x + a). റൂട്ടിനകത്തുള്ള സാധനത്തെ ഞാൻ ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ റിസൾട്ട് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. x - a × x + a എന്തിൻ്റെ എക്സ്പാൻഷനാണ്? x² - a² എക്സ്പാൻഷനാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കാം. അതായത് a² - b² എന്ന് പറഞ്ഞാൽ എന്താണ്? a + b × a - b ഇൻറ്റു ആട്ടോ, സ്ഥലമില്ലാത്തതിനെ താഴോട്ട് എഴുതിയതാണ്. ഈ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ ഒരു ഫോർമാറ്റിൽ തന്നെയല്ലേ ഇതും കിടക്കുന്നത് അല്ലേ? x + a × x - a. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ x + a / √(x² - a² dx എന്ന് എഴുതാമല്ലോ അല്ലേ? x² - a² dx എന്ന് എഴുതാം. ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ടൈപ്പിലെ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് കിട്ടിയല്ലോ. അതായത് 1/√(x² - a²ൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് സെറ്റായി. ഇനി നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തില്ലേ, ആ ചെയ്ത പ്രോബ്ലത്തിൻ്റെ സെയിം ഫോർമാറ്റാണ് നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളടുത്തതിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ന്യൂമറേറ്ററിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ x / √(x² - a²
ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. ന്യൂമറേറ്ററിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആണ്, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? പുട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു യു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അടുത്ത സ്റ്റെപ്പ് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, എ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതെടുത്തേണ്ട ആവശ്യമില്ല. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ 2x dx ഇസ് ഈക്വൽ ടു യുവിൻ്റെ ഡെറിവേറ്റീവ് du. ഇതിൽ നിന്ന് നമുക്ക് x dx കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ x dx ഇസ് ഈക്വൽ ടു 2 ഇപ്പുറത്തോട്ട് വരുമ്പം 1/2 du എന്നായിട്ടത് മാറും. ഇനി നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ സ്റ്റെപ്പിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്ത് വരും? 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് റൂട്ട് യു എന്ന് എഴുതുന്നു. ഇവിടെ നോക്കിക്കേ, എക്സ് ഡി എക്സ് അല്ലേ ന്യൂമറേറ്ററിലുള്ളത്. അതായത് നോക്കിക്കേ, ഇത് ഇവിടെ എക്സ് ഡി എക്സ് എന്നാണുള്ളത്. ഡിനോമിനേറ്ററിലുള്ള റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് നമ്മൾ യു എന്ന് കൊടുത്തു. ഈ എക്സ് ഡി എക്സിന് പകരം നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, എന്താണ്? 1/2 ഡി യു അല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റു 1/2 ഡി യു എന്ന് എഴുതാം. പ്ലസ് അല്ലേ? പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണ്. പ്ലസ് നോക്കിക്കേ, അതിന് ശേഷമുള്ളത് ഇൻ്റഗ്രൽ എ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അത് ഓൾറെഡി നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ടൈപ്പ് ഫോർമാറ്റിലല്ലേ വന്നിരിക്കുന്നത്. ഇത് ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന കോൺസ്റ്റൻ്റായ എയിനെ എടുത്ത് പുറത്തിട്ടാൽ ഇത് 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ തന്നെ ആവത്തില്ലേ. അപ്പോൾ നമുക്ക് ആ എയിനെ എടുത്ത് പുറത്തോട്ടിടാം. അപ്പോൾ എ ഇൻറ്റു ഇൻ്റഗ്രൽ 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു, ഓക്കെ, ഈ 1/2 1/റൂട്ട് യുവും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 1/2 റൂട്ട് യു ഡി യു പ്ലസ് എ ഇൻറ്റു ഇൻ്റഗ്രൽ 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പഠിച്ചു. 1/2 റൂട്ട് യു ഇൻ്റഗ്രൽ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു. എന്താണ്? റൂട്ട് യു ആണ്. അപ്പോൾ റൂട്ട് യു പ്ലസ് എ ഇൻറ്റു ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ലാസ്റ്റ് സ്റ്റെപ്പ് ഈ യുവിന് എന്ത് ചെയ്യണം? തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്നു. എന്തായിരുന്നു? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ലാസ്റ്റ് കിട്ടി ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു റിസൾട്ടായിട്ട് നമുക്കിതിന് ഉപയോഗിക്കാം. അതായത് ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൂട്ട് ഓഫ് എക്സ് പ്ലസ് എ ബൈ എക്സ് മൈനസ് എ എന്നല്ലേ. അപ്പോൾ ഈ എയുടെ സ്ഥാനത്ത് നമ്പർ ഇട്ടിട്ട് നമുക്ക് എന്ത് ചോദിക്കാം? ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഡയറക്റ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ റിസൾട്ടിലോട്ട് എയുടെ സ്ഥാനത്ത് ഏത് നമ്പറാണോ ചോദിച്ചിരിക്കുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൻ്റെ ആൻസർ നമുക്കാകും. അതാണ് ഇതും ഒരു ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.